കൈവിടുകയില്ല ഞാൻ നിന്നെ. അപ്പൊ ഇന്ന് പാട്ട് കേട്ടപ്പോഴേ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചിന്താ വിഷയം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കരുതലും നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ആ ദൈവത്തിന്റെ കരുതല് യഥാർത്ഥ സ്ഥിതിയിൽ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇന്ന് ദൈവത്തിന്റെ കരുതൽ എങ്ങനെ ലഭിക്കാം എന്നുള്ളത് ദൈവത്തെക്കാളും കൂടുതൽ ഫോക്കസ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലേക്കാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. കാര്യം ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ സ്നേഹം ഇതൊക്കെ കൂടുതലും കോൺസ്റ്റന്റ് ആണ്. ദൈവത്തിന് നമ്മളെപ്പോലെ അല്ലല്ലോ. ദൈവത്തിന് ഈ കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. പക്ഷെ നമ്മള് മനുഷ്യരായത് കാരണം നമുക്ക് ദൈവാശ്രയം അതിനകത്ത് വേരിയേഷൻ വരാം. ദൈവത്തിലുള്ള സ്നേഹത്തിൽ വേരിയേഷൻ വരാം. പ്രാർത്ഥനയിൽ വേരിയേഷൻ വരാം. വിശ്വാസത്തിൽ വേരിയേഷൻ വരാം. അങ്ങനെ പല കാര്യങ്ങളിലും ക്രിസ്ത്യാനികളായ നമ്മൾക്ക് പ്രത്യേകിച്ച് പർട്ടിക്കുലർലി ക്രിസ്ത്യാനികളെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ പറ്റി പിന്നെ പറയണ്ടല്ലോ. കാര്യം ആം, നമ്മള് ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് വിശ്വസിച്ച് എല്ലാ ആഴ്ചയും പള്ളിയിലൊക്കെ പോകുന്ന നമ്മൾക്ക് തന്നെ നമ്മളുടെ വിശ്വാസത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഒക്കെ അളവെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഒരു ദൈവാശ്രയവും നമ്മളുടെ ദൈവാശ്രയവും ദൈവത്തിന്റെ കരുതലും തമ്മിൽ എത്രമാത്രം ഒരു ഇക്വേഷൻ റേഷ്യോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പാട്ട് പാടിയതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ 2 ദിവസം 3-4 ദിവസമായിട്ട് ഞാൻ സ്ഥിരം പാടിക്കൊണ്ട് നടക്കുകയും കൂടെയാണ്. അപ്പം കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനു നീ. ആ ഒരു ഉം, 2 ലൈനിൽ തന്നെ ഒരുപാട് വിശ്വാസം ദൈവത്തില് ആവശ്യമുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ആ ലൈൻ പറയുന്നത്. കരുതുവാൻ ഞാനുണ്ടല്ലോ പിന്നെ കലങ്ങുന്നത് എന്തിനാന്ന്. ആ പാട്ടുകാരൻ വളരെ സിമ്പിളായി 2 ലൈൻസ് എഴുതിയെങ്കിലും അത്ര എളുപ്പമല്ല കലങ്ങാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ബൈബിൾ പഠിക്കുന്നവരാണെങ്കിലും തിയോളജി സ്റ്റുഡൻസ് അതിന്റെ സ്കോളേഴ്സ് ഒക്കെ എപ്പോഴും മനുഷ്യരുടെ ജീവിതത്തെ ഒരു നൗകയമായിട്ടാണ് ഒരു മെറ്റഫർ ആണ് അത് അല്ലെ ഒരു 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 ബോട്ട് ഒരു ഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ള സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു നൗകയുമായിട്ട് ഒരുപാട് ആൾക്കാർ മെറ്റഫോറിക്കലി നമ്മളുടെ ഹ്യൂമൻ ലൈഫിനെ പറ്റി പറയാറുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ എപ്പോഴും സ്മൂത്ത് സെയിൽ ആയിരിക്കത്തില്ല ഒരു സമുദ്രത്തിലൂടെ പോകുന്ന സമയത്ത്. ഇപ്പൊ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ബ്രദറിനെ ഓർമ്മ വരുന്നു. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴ് അവന് ഒരു ബോട്ടിലാണ് ഇപ്പൊ തൽക്കാലം അവന്റെ സ്റ്റേ ഉള്ളത്. അപ്പം ഒരു സ്മൂത്ത് സെയിൽ അല്ല, സീ റഫ് ഉണ്ട്. പിന്നെ ഓളങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുടെ ഈ ഒരു നൗകയിൽ വരും. എന്നാൽ ചില ദിവസങ്ങളിൽ വളരെ സ്മൂത്ത് ആയിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഓളങ്ങളും പ്രയാസങ്ങളും ഒക്കെ തട്ടുന്ന സമയത്ത് ദൈവം കരുതുന്നു എന്ന് നമ്മൾക്ക് അറിയാമെങ്കിൽ പോലും ആ കരുതലിലേക്ക് ഫുള്ളായിട്ട് ഒരു 100% ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന് അങ്ങനെ വിചാരിച്ച് ജീവിക്കാനായിട്ട് പല സമയങ്ങളിലും ബുദ്ധിമുട്ടാറുണ്ട്. എല്ലാവരും ബുദ്ധിമുട്ടാറുണ്ട്. ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. ഞാൻ ഒരുപാട് ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മളുടെ ആശ്രയം ആരിലാണ്? കരുതല് വരിക എന്ന് പറയുന്നത് ആശ്രയം വരുമ്പോഴാണ്. അതായത് നമ്മളുടെ ദൈവാശ്രയം പിന്നെ നമ്മളുടെ ആശ്രയം നമ്മൾ അത്രമാത്രം എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ നമ്മൾക്ക് അനുഭവിക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആശ്രയമാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. നമ്മളുടെ ആശ്രയം ദൈവത്തിലേക്ക് സ്ട്രോങ് ആകുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ മനസ്സിലായി കാണുമല്ലോ ദൈവാശ്രയവും കരുതലും തമ്മിലുള്ള. അപ്പൊ നമ്മളുടെ ആശ്രയം ആരിലാണ്? ഞാൻ ഒരു കുറെ നാളത്തെ വീഡിയോയ്ക്ക് മുന്നേ സാംസ് 20 സങ്കീർത്തനങ്ങൾ 20ന്റെ ഒരു വീഡിയോയില് അതിന്റെ ടുവേർഡ്സ് ദി എൻഡ് സാംസ് 20 വായിക്കുന്നവർക്ക് അറിയാം. സങ്കീർത്തനങ്ങൾ 20 പറയുന്നുണ്ട് ചിലര് പിന്നെ കുതിരകളിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ചിലര് രഥങ്ങളിൽ ആശ്രയിക്കുന്നു. ഞാനോ എന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. അപ്പം ആദ്യമേ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ആശ്രയം എവിടെയാണ്? ഇപ്പൊ ചെറിയ ഒരു പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ആശ്രയം കൂടുതലും നമ്മളിൽ തന്നെയാണ്. നമുക്ക് പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്. പ്ലാൻ ഡി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈംസ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ ദൈവാശ്രയം വളരെ കുറവാണ്. കാര്യം പ്ലാൻ എ ഫെയിൽ ആയ പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ ബി ഫെയിൽ ആയ പ്ലാൻ സി ഉണ്ട്. ഇതൊക്കെ ഫെയിൽ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മളുടെ ബുദ്ധിയുടെ ഒരു ചിന്താമണ്ഡലത്തിൽ നമ്മൾ അങ്ങനെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഈ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ദൈവാശ്രയം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഓരോ നിമിഷവും അത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, ദൈവവുമായിട്ടുള്ള ഒരു ആശ്രയത്തില് വളരെ ഇഴചേർന്ന് പോകുന്ന വളരെ റെയർ ആയിട്ടുള്ള ക്രിസ്ത്യൻസുകൾ. കൂടുതൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ 100% സറണ്ടർ ചെയ്യണമെങ്കിൽ അത് അതുപോലത്തെ ഒരു പ്രശ്നമായിരിക്കണം. അല്ലാതെ ഇപ്പം ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നം വരുന്നു. നമുക്കറിയാം നമ്മളുടെ കയ്യില് ബാങ്കിൽ ഇത്രമാത്രം കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സ് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സ് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാനുണ്ട്.
റിലേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തെ ആശ്രയിക്കും? ഇവരാരും ഹെൽപ്പ് ചെയ്യാനില്ലാണ്ട് വന്നു. നമ്മള് മാക്സിമം നമ്മൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. എന്നിട്ട് ഇനി നമ്മുടെ ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. ആരോടും ചോദിക്കാനില്ല, ഒന്നും പറയാനില്ല. ആ ഒരു സമയത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തില് വിശ്വസിക്കുന്നത്. നമ്മള് സങ്കീർത്തനം 118 പറയുന്ന പോലെ മനുഷ്യപുത്രന്മാരെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കും. പക്ഷെ പല സമയത്തും നമ്മള് ഈ ബാക്കിയുള്ള നമ്മുടെ പ്ലാൻ എ, ബി, സി ഒക്കെ വിട്ട് ഒരു പൂർണ്ണമായി അത് വിട്ട് ഒരു ദൈവത്തിലേക്കുള്ള ഒരു സറണ്ടറിലേക്ക് അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും വരാനായിട്ട് ഇച്ചിരി പാടാ. എത്ര ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ അതുപോലെ ഒരു ദൈവാശ്രയം വരുന്നെങ്കിൽ ഒരു പാടാ. നമ്മൾ പറയുവാണ്, ഓക്കെ, ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല, എല്ലാം ഇമ്പോസിബിൾ ആണ്, ചുറ്റുവട്ടത്ത് മുഴുവൻ ഇനി കാര്യങ്ങളൊന്നും നടക്കാനില്ല, ഇനിയിപ്പോ ദൈവം എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലല്ല, കുറച്ചും കൂടി ഒരു ദൈവാശ്രയം കാണിച്ചിട്ട് ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ പാട്ട് പറഞ്ഞ പോലെ തന്നെ കരുതുന്നവൻ ഞാനല്ലയോ, ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ നൗകയിൽ വന്നിട്ടുള്ള ഓളങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവം നമ്മൾക്ക് ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന സ്മൂത്ത് സെയിൽ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളെ കരുതിക്കൊള്ളും എന്നൊക്കെ ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരാനായിട്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇരമ്യാവ് 17:7-8 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും. പല സമയങ്ങളിൽ നമുക്ക് പ്രശ്നം വരും. ഞാനിപ്പം എന്ന് പറയുന്നത് തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടൊരു ട്രസ്റ്റ് വരാൻ ഇച്ചിരി ഒരു പാടായിരുന്നു. നമുക്ക് നമ്മളുടെ ഒരു ഗ്രിപ്പ് സിറ്റുവേഷൻസ് നമ്മൾ മാക്സിമം നമ്മൾ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. നമുക്ക് ആ ഒരു ഗ്രിപ്പ് വിടാനായിട്ട് ഭയങ്കര പാടാ. ഇപ്പൊ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 1, 2 വർഷമൊക്കെ ആയിട്ട് ഞാൻ ആ ഒരു സറണ്ടറിലേക്കൊക്കെ ഒരു മാറാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് കുഴപ്പമില്ല. അത് ദൈവം എന്തോ കരുതിയിട്ടുണ്ട്. എന്തോ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ ഒരു ഫുൾ സറണ്ടറിലേക്കൊക്കെ വരാനായിട്ട്. പക്ഷെ ആ ഫുൾ സറണ്ടറിൽ എത്തുമ്പോൾ ഉള്ള ഗുണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് കേൾക്കുന്നവർ ആര് കേട്ടോണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് വളരെ നിങ്ങൾ തന്നെ സൈലന്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യണം. എവിടൊക്കെ നമ്മുടെ ആശ്രയം ഉണ്ടെന്നുള്ളത്. അത് സാമ്പത്തികം മാത്രമല്ല, അത് എന്ത് വേണേലും ആവാം. ചിലപ്പോൾ നമ്മൾ ജോലിക്ക് ഒരാളോട് അവര് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവായിരിക്കും അവര് ജോലി വാങ്ങിച്ചു തരാമെന്ന്. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വിസ റെഡിയാക്കി തരാം. പല പല കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മുടെ ആശ്രയം എവിടെയാ? നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ? നമ്മുടെ ആശ്രയം മറ്റേ ആളിലാണോ? കാര്യം ദൈവം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശാശ്വതം. നമ്മുടെ ബാക്കിയുള്ള ആശ്രയങ്ങള്, ഹ്യൂമൻ അലയൻസസ്, നമ്മളുടെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷെ ദൈവത്തിൽ കൂടുതലായി നമ്മൾ വേറൊരാളെ ആശ്രയിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദൈവം ദൈവം നമ്മൾ പറയുന്ന പോലെ യാചിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരം ലഭിക്കും, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. നമ്മള് ദൈവത്തിന്റെ അടുത്ത് വരുന്നത് വരെ ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ബാക്കിയുള്ള ആശ്രയമൊക്കെ എങ്ങനെ പോകുന്നെന്ന് നോക്കട്ടെ. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോ മനസ്സിലായത് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരിട്ട് ഡയറക്റ്റ് ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുന്ന. കാര്യം ഡിലേ ആയിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ബ്ലെസ്സിങ്സ്. നമ്മൾ പല വാതിലുകളും മുട്ടുമ്പോൾ, പല ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പം, ഫാമിലിയുടെ അടുത്ത് പോകുമ്പം, പല വേറെ ആശ്രയങ്ങളിലേക്ക് കടന്നു പോകുമ്പം നമ്മൾ ശരിക്കുമുള്ള അനുഗ്രഹം അവിടെ ഡിലേ ആവും. കാര്യം ശരിക്കുമുള്ള അനുഗ്രഹം എന്തായാലും ദൈവത്തിന്റെ കരുതലിലോട്ട് വരുമ്പോഴേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആശ്രയം ദൈവത്തിലോട്ട് കൊണ്ടുവരാതെ പലതിലും ആശ്രയിച്ചു പോകുമ്പോൾ നമ്മുടെ ബ്ലെസ്സിങ് ഡിലേ ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ഈയിടെയായിട്ട് വന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതിന് മുന്നേ എനിക്ക് അത്രയ്ക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ സമയങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടെ നമ്മൾ മെച്യൂരിറ്റി വരുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളും ദൈവവും മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പേരൻസ് ഉൾപ്പെടെ, നമ്മളുടെ പാർട്ട്നേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ലെവൽ വരെ ഉണ്ട്. പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പം ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഉഷ്ണം തട്ടുമ്പോഴും നമ്മൾ പേടിക്കുകയില്ല. ഉഷ്ണം തട്ടില്ല എന്ന് ക്രിസ്തീയ ജീവിതത്തിലില്ല. ക്രിസ്തീയ ജീവിതം സ്മൂത്ത് ജേർണി ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഉഷ്ണം തട്ടും. എന്നാൽ നമ്മുടെ ഇല പച്ചയായിരിക്കും. എങ്ങനെയോ ദൈവം നമ്മളെ സസ്റ്റെയിൻ ചെയ്യും. നമ്മൾ പല സമയങ്ങളിലും ദൈവം എങ്ങനെയാ നടത്തിയെന്ന് തിരിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു 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 വണ്ടർ, ഒരു മിറക്കിൾ മനസ്സിലാവുന്നത്. അതായത് ഈ അവസ്ഥകളിലും ദൈവം നമ്മളെ എങ്ങനെ നടത്തി. ഉഷ്ണം തട്ടിക്കോട്ടെ, വെയില് അധികമായിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മളെ ഒരു മരവുമായിട്ടാണ് ഇവിടെ മെറ്റഫറിക്കലായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മളുടെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളുടെ നീരുറവ് വറ്റിക്കൊണ്ടേയിരിക്കും.
പക്ഷെ സംടൈംസ് ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ആശ്രയം വിടുന്നില്ല. നമ്മൾ ബാക്കിയുള്ളവരിൽ ആശ്രയിച്ചിട്ട് ഏറ്റവും ഫൈനലി, അതായത് എന്നെങ്കിലും ആശ്രയിക്കാൻ ഇരിക്കുകയാണ് നമ്മൾ ദൈവത്തില്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുകയാണ് നമ്മളുടെ ആശ്രയം പലരിലാണെന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് ദൈവത്തിലേക്ക്, ബാക്കി ആശ്രയങ്ങളൊക്കെ ഇരുന്നോട്ടെ, സ്നേഹബന്ധങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ആശ്രയവും എപ്പോഴും ദൈവത്തിലായിരുന്നോട്ടെ. നമ്മള് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവരെന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള മാനസിക ആശ്രയങ്ങള് നമ്മള് വിട്ടുകളഞ്ഞ് ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിച്ച് ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മള് ട്രസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്ലാനും ദൈവത്തിന്റെ പ്ലാനും. അപ്പം ഈ പൂർണ്ണമായും ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവർക്ക് വിട്ട് ദൈവത്തിലോട്ട് വരാനായിട്ട്. അത് അത്ര എളുപ്പമല്ല. കാര്യം ദൈവത്തിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്ലാനുകളൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കും. ഓൾറെഡി നമ്മൾ ഫുൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുക എങ്ങനായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ പല സമയങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഓപ്പോസിറ്റിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ കുറെയൊക്കെ ദൈവവുമായിട്ട് പരിചയമുള്ള ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. തുടക്കത്തിൽ പക്ഷെ വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമുക്കത് വരിക. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലെ നമ്മളെ ബാക്ക്ലാഷ് ചെയ്ത പോലെ നമുക്ക് തുടക്കത്തിൽ തോന്നാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ദൈവവുമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബാക്ക്ലാഷ് വരുവാണെങ്കിൽ, അത് ഞാൻ ഏതോ ഒരു എന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ തിരിച്ചടിക്കുക, ബാക്ക്ലാഷ് വരുവാണെങ്കിൽ ഓർത്തോ അതിന്റെ എൻഡ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്. കാര്യം ദൈവം അവിടെ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ണുകൾക്ക് ഇപ്പൊ കാണാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ പ്ലാൻ ഒക്കെ ഫെയിൽ ആയെന്ന് തോന്നുള്ളൂ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറച്ചൊരു പേഷ്യൻസ് നമ്മൾ കാണിക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും അധികമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും കരുതുവാനും ദൈവത്തിന് സാധിക്കും. അത് ഇന്ന് തൊട്ട് അതൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. അത് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ദൈവം ഇങ്ങനെ ചെയ്തതല്ലേ. ആ ഒരു റിയലൈസേഷൻ വരുന്നതും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ ട്വിസ്റ്റ് വഴി ഭയങ്കര ആന്റി ക്ലൈമാറ്റിക് ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ ആ ദൈവാശ്രയത്തിലും ദൈവത്തിനോട് ഒത്തുചേർന്ന് നടക്കുമ്പം അങ്ങനെ നമുക്ക് മാത്രം ലഭിക്കുന്ന കുറച്ച് നിമിഷങ്ങളും കുറച്ച് അനുഭവങ്ങളുമാണ്. അപ്പൊ ആ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു മഹത്വം അറിയാം. അത് അനുഭവിക്കാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്ത് ദൈവത്തിന്റെ കരുതലിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഫൈനൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഞാൻ എത്ര പറഞ്ഞാലും നമുക്ക് നമ്മളുടെ പ്ലാൻസിന്റെ ഗ്രിപ്പ് വിടാനോ, അല്ലെങ്കിൽ മുഴുവനായിട്ട് അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനിൽ എത്തി അവസാനം നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനേ ഇല്ല. ഇനിയിപ്പം നമ്മള് മാക്സിമം നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നിട്ടും ഫലമില്ല, അല്ലെ നമുക്കിനി അതിനകത്ത് ഒന്നും എന്നാൽ ആ സമയത്ത് പോലും ഫൈനലി ദൈവത്തെ ആശ്രയിക്കാത്ത ആളുകളും ഉണ്ട്. അങ്ങനത്തെ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവര് സ്റ്റിൽ എങ്ങനെയെങ്കിലും പിന്നെയും മറ്റുള്ളവരുടെ അടുത്ത് ഹെൽപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അവർ പിന്നെയും അവരുടെ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെയും നമ്മുടെ ബ്ലെസ്സിങ്സ് ഡിലേ ആവും. അവിടെ നമ്മൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വിഷൻ ഇല്ല, നമുക്ക് ആ ഒരു കാഴ്ചപ്പാടില്ല. ദൈവം നമ്മളുടെ ഒരു ഫുൾ സറണ്ടറിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വിഷൻ നമുക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് മുഴുവനായിട്ട് ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ പറ്റാതെ അതൊരു നമുക്ക് ചില സമയങ്ങളിൽ പരിചയമില്ലാത്തത് കൊണ്ടാവും, ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്ത കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് വെറുതെ ഇരിക്കാൻ. പിന്നെ നമ്മള് കർത്താവിന് നമുക്ക് ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്ന ഒരു വേഴ്സ് എന്ന് പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്, അല്ലെ, ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുക. പല സമയത്തും നമുക്ക് സ്റ്റില്ലായിട്ട് ഇരിക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ഒരു വേവലാതിയും വെപ്രാളവും ഒക്കെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കുക. അതായത് ഇത്രയും നാൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച സിറ്റുവേഷൻസ് ഒക്കെ കൺട്രോളിങ് വിടുക. നമ്മുടെ സിറ്റുവേഷൻസിനെ അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു, റെസ്റ്റ്ലെസ് ആവുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ വിട്ടിട്ട് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഹി ഈസ് ഗോഡ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വചനവും കൂടെയാണ് നമുക്ക് 2 ദിനവൃത്താന്തം 16:9. ഇത് ബൈബിളിൽ വരച്ചിട്ടു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനാണെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇത് മമ്മി പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു വചനം അറിയുന്നത്. പക്ഷെ ഇത് വളരെ അച്ചട്ടായിട്ടുള്ള വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നവർക്ക്. അപ്പൊ തന്നെ ആലോചിച്ചു, നമ്മൾക്ക് ആശ്രയം ദൈവം തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് ആശ്രയമുണ്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആശ്രയങ്ങൾ നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം നമുക്ക് ബാധകമല്ല. ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നവർ, യഹോവയുടെ കണ്ണ്
തങ്ങൾ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നത്. ഓൾവേസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഗോഡ്. നമ്മളുടെ ഒരു അറ്റൻഷൻ, നമ്മളുടെ ഒരേ ഒരു വിചാരം ദൈവം മാത്രം. അത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം. പ്രത്യേകിച്ച് ഞാൻ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതിന്റെ ആണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനാണെന്ന് കാണിക്കേണ്ടത്. നമ്മൾക്ക് ഫുൾ ട്രസ്റ്റ് ഇൻ ഫുൾ കോൺസെൻട്രേഷൻ ദൈവത്തിലുള്ളപ്പം ദൈവത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെയാണ്. ഇനിയിപ്പം നമ്മളെ എന്താണ് പറയാ, നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യാനായിട്ട് ദൈവത്തിന് പറ്റത്തില്ല. ദൈവം ബലവാനാണെന്ന് കാണിക്കണം. കാര്യം നമ്മളോട് കൂടുതൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മോട് ചോദിക്കുമായിരിക്കും, നീ ഇത്രയായിട്ട് നീ ഒന്നും ചെയ്യുന്നില്ല, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതിയോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മളിങ്ങനെ പറയാം, ദൈവം എന്തെങ്കിലും കരുതിക്കൊള്ളും. അപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും. പിന്നെ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം കരുതുമോ ചില സമയങ്ങളിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൽ തന്നെ യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെയാണ്. അയ്യോ, അവൾ അല്ലെങ്കിൽ അവൻ, ഞാൻ ആൾക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിൽ തന്നെ വിശ്വസിച്ച്, എന്നിൽ തന്നെ ഏകാഗ്ര ചിത്രരായി, എന്നിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുമ്പം ഗോഡ് എന്താണ്, ദൈവത്തിന് റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഇനി ബലവാനാണെന്ന് കാണിക്കണം. കാര്യം ചിലപ്പോൾ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ നമ്മളെ ദുഷിക്കും, ബാക്കിയുള്ളവർ നമ്മളെ പരിഹസിക്കും. കാര്യം നമ്മൾ ഇത്രയും നാളും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ ബാക്കി ആൾക്കാർ ചോദിക്കില്ലേ, നിന്റെ ദൈവം എന്തിയെ, നീ ഇത്ര നാൾ പ്രാർത്ഥിച്ച ദൈവം എന്തിയെ? അപ്പൊ ദൈവം ബലവാനാണെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടി നടക്കുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഒരു സർവേലൻസ് പോലെ ദൈവം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ആരൊക്കെയാണ് എന്നിൽ ഏകാഗ്ര ചിത്രരായിട്ടിരിക്കുന്നത്, എന്നിൽ ഫുള്ളി ട്രസ്റ്റ് വെച്ചിരിക്കുന്ന, എന്നിൽ ഫുള്ളി വിശ്വാസം വെച്ചിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാനായിട്ട് ദൈവം ഇങ്ങനെ ഊടാടി നടക്കുകയാണ്. ഒരു സ്പിരിറ്റ് പോലെ ഇങ്ങനെ ഊടാടി നടക്കുകയാണ്, താൻ ബലവാനാണെന്ന് കാണിക്കാനായിട്ട്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് വീക്ക് കാണിക്കണം എന്നില്ല, പക്ഷെ കാണിക്കുന്ന സമയത്ത് നമ്മള് ആ അവസ്ഥയിലൂടെ അനുഭവത്തിലൂടെയും കടന്നു പോകുന്നവർക്കറിയാം, കാണിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മൈൻഡ് ബ്ലോയിങ്. നമ്മൾ വിശ്വസിക്കാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കും. കാര്യം ദൈവത്തിന് മാത്രമേ അങ്ങനത്തെ ഒരു വിഷൻ ഉള്ളൂ. നമുക്ക് എല്ലാ ദിശകളും കാണാനായിട്ട് കാണില്ല. നമ്മളെപ്പോഴും ഒരു ഡയറക്റ്റ് വിഷനിൽ മാക്സിമം നമ്മളുടെ പ്ലാൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ദൈവം അത് നമുക്ക് ചെയ്തു തരുമ്പോൾ ഗെറ്റ് റെഡി ഫോർ ദാറ്റ് സർപ്രൈസ്. ഇനിയും ആരെങ്കിലും ഒക്കെ ദൈവത്തിന്റെ ആ ഒരു വലിയ 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 കരുതലും ഒരു വിടുതലും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ, അതിന് കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരാഴ്ചക്കാലം ബാക്കിയുള്ള എല്ലാ ആശ്രയങ്ങളും വിട്ടിട്ട്, ഹ്യൂമൻ അലയൻസസ് ഒക്കെ വിട്ടിട്ട്, മെറ്റീരിയലിസ്റ്റിക് അലയൻസസ് ഒക്കെ വിട്ടിട്ട്, ലെറ്റ്സ് ഫോക്കസ് മോർ ഓൺ ഗോഡ്. നമ്മൾ ഏകാഗ്ര ചിത്രർ, അതായത് നമുക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ദൈവം എന്തായാലും അത് ശരിയാക്കിക്കോളും, ദൈവം അതെന്താന്ന് വെച്ച് ചെയ്തോളും. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവവും നമ്മൾ തമ്മിലുള്ള പെർസിസ്റ്റന്റ് പ്രയർ. ഇന്ന് ഞാൻ പള്ളിയിലെ പ്രസംഗവും അച്ഛൻ പറഞ്ഞു പെർസിസ്റ്റന്റ് പ്രയറിനെ പറ്റിയിട്ടാണ്. ഒരു പെർസിസ്റ്റന്റ് ഫെയ്ത്ത്, എന്ത് വന്നാലും കുലുങ്ങാത്ത, മാറാത്ത ഒരു പ്രാർത്ഥനയും ഒരു ഫെയ്ത്തുമായിട്ട് ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ എന്തായിക്കോട്ടെ നമ്മൾ ജീവിതത്തിലുള്ളത് അതിനെ നേരിടുക. വിതിൻ എ വീക്ക് ഓർ ടു ദൈവം ബലവാനാണെന്ന് ദൈവവും കാണിക്കും. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ കാണുന്നവരെ എല്ലാവരും പെർസിസ്റ്റന്റ് പ്രയറും പെർസിസ്റ്റന്റ് ട്രസ്റ്റും പെർസിസ്റ്റന്റ് ഫെയ്ത്തിലായിരിക്കുക. അടുത്ത ആഴ്ച കാണുന്നവരെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ.